ഹായ് ഫ്രണ്ട്സ്, ഇത് ഈ പന്നി ശല്യം കൂടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആണ് ചെയ്തിട്ട് ഇപ്പോൾ റിസൾട്ട് ഉള്ളത്. ഇതിന് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഫിനോയിൽ എന്നറിയും. ബ്ലാക്ക് ഫിനോയിൽ ആണ്. പിന്നെ കിഴി കെട്ടാനുള്ള അതിന് ബദലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പോലെ സ്നെഗിയാണ്. അത് എന്ത് ചെയ്യും, ഇതുപോലെ മറച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫിനോയിൽ ഒഴിച്ച്, ഇതിലേക്കാണ് ഫിനോയിൽ ഒഴിക്കുന്നത്. ഫിനോയിൽ ഒഴിച്ച് ഏതാണ്ട് ഒരു 20 മില്ലി ഫിനോയിലാണ് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 മാസം വരെ ഈ സ്മെല്ല് നിലനിൽക്കും. അതുകൊണ്ട് ഈ സ്നെഗി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൽ ഫിനോയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ജെല്ല് ഫോം ചെയ്യുന്നത് കൊണ്ട് മറ്റ് വേറെ എന്ത് ജാതിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും സ്മെല്ല് കുറച്ച് ദിവസം 10 ദിവസം കഴിയുമ്പോഴേക്ക് സ്മെല്ല് കുറയുന്നുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനായിട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വള്ളിയോ, അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു അലൂമിനിയത്തിൻ്റെ കമ്പിയാണ്. അത് നമ്മൾ ഇതിൽ കൂടെ നല്ലപോലെ ബൈൻഡ് ചെയ്ത് കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ഇത് കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം മുകളിൽ നിന്ന് വന്ന് പോകാതിരിക്കാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ ഉപയോഗിക്കുന്ന ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇത് അതിലേക്ക് മഴവെള്ളം വീണാൽ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ഏതാണ്ട് ഒരടി നിലത്തുനിന്ന് വിട്ടിട്ട് ഈ സാധനം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു 3 മാസം വരെ ഇതിൻ്റെ സ്മെല്ല് പോകാതെ നിൽക്കും. അങ്ങനെ നമ്മൾ ഒരു 5 മീറ്റർ 10 മീറ്റർ ചുറ്റളവ്, ഒരു 5 മീറ്റർ ഇടവിട്ടിട്ട് ഈ സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ട് കേടാ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു PVC പൈപ്പാണ്. ഇത് മണ്ണിലേക്ക് ഉറപ്പിച്ച് വെക്കുക ചെയ്യുക. ഈ മണ്ണിലേക്ക് ഉറപ്പിച്ച് വെക്കുന്നത് ചെതൽ വന്നിട്ടും മറ്റും ഇത് നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഈ സാധനം ഈ ഇതിൽ PVC പൈപ്പിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഇതിനെ എവിടെയെങ്കിലും പന്നി വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ പന്നി കയറുകയില്ല. ചിരട്ട തന്നെ വേണമെന്നില്ല. ഇതുപോലത്തെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്താൽ 2
പോഷന് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഇത് നനയാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ബോട്ടിലെടുത്തിട്ട് ഇതേമാതിരി തന്നെ ഒന്ന് പിരിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഒരു പൈപ്പിലേക്ക് ഇറക്കിയിട്ട് ഒരു PVC പൈപ്പിലേക്ക് ഇറക്കിയതിന് ശേഷം ഇതുപോലെ PVC പൈപ്പ് എടുത്ത് കെട്ടി വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അടി തന്നെ മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊങ്ങി നിൽക്കാൻ പാടുള്ളൂ. എന്നെങ്കിൽ സ്മെല്ല് ശരിക്ക് അടിഭാഗത്തൂടെ ഉണ്ടാവും. എത്രയെങ്കിലും മുകളിലൊന്ന് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രയോജനം കിട്ടുകയില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഒരടി നിലത്തുനിന്ന് വിട്ടിട്ട് ഈ സാധനങ്ങൾ 10 മീറ്റർ ഇടവിട്ടിട്ട് ഇതുപോലെ 2 എണ്ണം കുത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 20 മീറ്ററോളം സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളകൾ രക്ഷപ്പെടുത്താൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഈ ഇതിൽ നിന്നാണ് ഇവർ കാടൊന്നും വെട്ടാതെ ഈ ഇതിലിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഇതിൽ നിന്നാണ് പന്നി ഇതിലേ വന്നിട്ടാണ് നമ്മളെ ചേമ്പ് കപ്പ ഒക്കെ നശിപ്പിച്ച് പോയത്. അതുകൊണ്ടാണ് ഈ ഇതിൽ തന്നെ ഈ ലൈനിൽ തന്നെ നമ്മൾ ഈ ഡിവൈസ് ഇവിടെ വെക്കുന്നത്. ഇതിൽ കൂടെ ഉള്ള ഈ സ്മെല്ല് കൊണ്ട് ഇറിറ്റേഷൻ ഉണ്ടായിട്ടാണ് പന്നി വരാതെ. നമ്മൾ മുകളിൽ അവിടെയാണ് ഒരു ഇതുപോലത്തെ നമ്മളെ ഇത് വെച്ചത് അല്ലേ. നമ്മളെ ഇതാണ് സ്നഗ്ഗി വെച്ചിട്ട് അതിൽ ബ്ലാക്ക് ഫിനോയിലാണ് ഇതിൽ ഒഴിച്ചത്. ബ്ലാക്ക് ഫിനോയിലിൻ്റെ സ്മെല്ല് കൊണ്ടാണ് പന്നി വരാതിരിക്കുന്നത്. അതായത് ഈ കുപ്പി വെച്ചത് മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇതിലെ സാധനം സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇതിലാണ് പന്നി വരുന്നൊരു വഴി. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലെ വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഈ പ്രാവശ്യം ഇതുപോലത്തെ ഒരു ഇത് വെക്കുന്നത്. അത് നമ്മൾ താഴെയായിട്ട് വെക്കണം. എത്രയും മുകളിൽ സാധനം വെച്ചിട്ട് കാര്യമില്ല. ഏതാണ്ട് ഒരു 1.5 അടി മുകളിലായിട്ട് ഇതുപോലെ സാധനം ഉണ്ടെങ്കിൽ ഈ സ്മെല്ലടിച്ചിട്ടാണ് പന്നി വരാതിരിക്കുന്നത്. ഇതിലാണ് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്ന ഒരു വഴിയാണ് അല്ലേ. ഒരു വഴിയുണ്ട്. ആ പ്രാവശ്യം വന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വാഴ നശിപ്പിച്ചത്. ഈ വാഴയൊക്കെ പിന്നെ രണ്ടാമത് വെച്ച വാഴകളാണ് ഇതൊക്കെ. ആദ്യത്തെ വാഴയൊക്കെ നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആണ് രണ്ടാമത് വെച്ച വാഴയാണ്. ഇതിന്റെ മണം അടിക്കുന്നതുകൊണ്ടാണിത്. ഈ മണം അടിക്കുന്നത് എന്തോ ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് ഈ പന്നി ഇതിലേക്ക് വരാതിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഭാഗത്തൊക്കെ വെച്ച ഇതിൽ നമുക്ക് വിജയിച്ച ഈ ഒരു ഇതുകൊണ്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവലംബിക്കുന്നത്. ഇതേ രീതി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ഒരു 4 ഇഞ്ച് കമ്പി കുത്തിയതിന് ശേഷം തോന ഉയരത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഫക്റ്റ് ഉണ്ടാകില്ല. ഏതാണ്ട് ഒരു 1.5 അടി ഹൈറ്റിൽ ഇതിൻ്റെ സ്മെല്ല് ഇവിടെ സ്പ്രെഡ് ആവണം. ഏതാണ്ട് 5 മീറ്റർ അങ്ങോട്ടും 5 മീറ്റർ താഴോട്ടും 5 മീറ്റർ ഇത് ചുറ്റളവിൽ ഇതിൻ്റെ. ഇത് ഏതൊക്കെ മൃഗങ്ങൾക്കാണ് ഇതിൻ്റെത്? ഇത് പന്നിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. മറ്റുള്ള മൃഗങ്ങൾക്ക് എങ്ങനെ എഫക്റ്റ് എന്ന് ഓർമ്മല്ല. ഇത് വെച്ചിട്ട് ഇപ്പൊ 3 മാസം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇത് എഫക്റ്റ് നമുക്ക് സക്സസ് ആയതാ. അതുകൊണ്ടാണ് കാട്ടുപന്നികൾ വരുമ്പോ ചേപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ പുറത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള, അതായത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സ്നഗ്ഗി ഇതില്ല എന്നുള്ളത്. ആ സ്നഗ്ഗിയിൽ 3 മാസം വരെ ഈ സാധനം ഇതിന്റെ സ്മെല്ല് നിലനിൽക്കുന്നത് കൊണ്ട് PVC പൈപ്പ് ഉപയോഗിക്കുന്നത് ചെതപ്പിടിച്ച സാധനം വീണ് പോകാതിരിക്കാനും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഈ ചിരട്ട ഉപയോഗിക്കുന്നത്
ഉള്ളിലേക്ക് നനവറകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആ അങ്ങനെ തന്നെയെങ്കിലും കർഷകർ ഈ പന്നിയിൽ നിന്നും കാട്ടു മൃഗത്തിൻ്റെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മളെ കൃഷി വിപുലീകരിക്കാൻ ഏറ്റവും പ്രയോജനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.